നമ്മൾ എത്ര രീതിയിലുള്ള തന്ത്രജ്ഞനാണ് ചാണക്യനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷത്തിൽ 5 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിരിക്കുന്ന ആളാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം, അതിനു മുമ്പും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അതിന് ശേഷവും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായക സ്വാധീന ശക്തിയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ്. ഇന്ത്യ അലയൻസിൻ്റെ അവസാനം വരുന്ന ഐയും എയും എന്താണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ്. ഐ എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ് എന്നാണ്. നിങ്ങൾ ഇൻക്ലൂസീവ് അല്ല എന്ന് നിങ്ങൾ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുകയാണ്. 2A എന്ന് പറയുന്നത് അവസാനം വന്നിരിക്കുന്നത് അലയൻസ് എന്നാണ്. അങ്ങനെ ഒരു അലയൻസ് അവിടെ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ ഈ ഒരു മുന്നണി രൂപീകരണം ഉണ്ടായത്, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ അവിടെ ഇല്ല എന്ന് ആൾക്കാർക്ക് വ്യക്തമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിതിൻ്റെ ഒരു പ്രാരംഭമായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന ചില പ്രഖ്യാപനങ്ങളുണ്ടല്ലോ. ഈ ഇന്ത്യ മുന്നണി വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്പം മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് നോക്കൂ, ഇതിനെ BJPക്കെതിരെയുള്ള സഖ്യം എന്ന രീതിയിലത്തേക്ക് കുറച്ച് കാണിക്കേണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ പ്രഖ്യാപനങ്ങളിലെല്ലാം അത് BJPക്കെതിരെയായിരുന്നു. ഇപ്പോൾ അവരുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം വന്നിരിക്കുന്നത് കോൺഗ്രസ് ടു മേക്ക് ഇന്ത്യ ബ്ലോക്ക് ഇഫക്റ്റീവ് ബുൾവാക്ക് എഗെയിൻസ്റ്റ് BJPക്കെതിരെയുള്ള പ്രതിരോധ കോട്ടയാണ് ഇന്ത്യ മുന്നണി എന്നാണ് പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഓരോ കാര്യത്തിലും BJPയെ, അതിപ്പോൾ ഏത് കാര്യമാണെങ്കിലും കഴിഞ്ഞ 9 വർഷമായിട്ട് 10 വർഷമായിട്ട് BJPയുടെ ഭാഗത്തു നിന്ന് RSSൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഓരോരോ കാര്യങ്ങളെയും എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അല്ലാതെ ഏതെങ്കിലും കേവല ആശയങ്ങൾക്ക് മാത്രമല്ല, BJP അത് ചെയ്യുന്നു, BJP ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറയുകയാണ് അങ്ങനെ നിങ്ങൾ കുറച്ച് കാണേണ്ട, വിശാലമായിട്ടുള്ള മറ്റൊരു അർത്ഥമുണ്ട് എന്ന്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവനകളിൽ ആ വിശാലമായിട്ടുള്ള അർത്ഥം അവിടെ കാണുന്നില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഡൽഹിയെ പറ്റി പറയുന്നു. നോക്കൂ, ഡൽഹിയെ പറ്റി മാത്രം എടുത്ത് നോക്കിയോളൂ. ഡൽഹിയിൽ ആൾക്കാർ വോട്ട് ചെയ്യുന്ന പാറ്റേൺ എന്താണ്? വളരെ മൃഗീയമായിട്ടുള്ള ഭൂരിപക്ഷം അവിടെ അസംബ്ലിയിൽ ആൾക്കാർ ആം ആദ്മി പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അതിന് വലിയൊരു അളവ് വരെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഡൽഹിയിലുള്ള പ്രസൻസ് ഒരു ഘടകമാണ്. അതേപോലെ തന്നെ അവരുടെ ഫ്രീ ബി പൊളിറ്റിക്സ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നേരെ മറിച്ച് അവർ പാർലമെൻറ്റിലേക്ക് വോട്ട് ചെയ്യുന്ന പാറ്റേൺ നോക്കൂ. 7 സീറ്റുകളുള്ളതിൽ 7ഉം അവർ BJPക്ക് കൊടുത്തിരിക്കുന്നത് ചെറിയ ഭൂരിപക്ഷത്തിലല്ല. ഞാൻ പറഞ്ഞത് അസംബ്ലി തൂത്തുവായിരുന്ന ഒരു പാർട്ടിയെ നിലം തൊടിക്കാത്ത രീതിയിലാണ് അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ. പല BJP സ്ഥാനാർത്ഥികളും ജയിച്ചിരിക്കുന്നത് 2.5 ലക്ഷം 3.5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്. അതെങ്ങനെയാണ് സാധിക്കുക? അത് സാധിക്കുന്നതിന് ആൾക്കാർക്ക് സംസ്ഥാനത്ത് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, സംസ്ഥാന ഭരണം എങ്ങനെയായിരിക്കണം, കേന്ദ്ര ഭരണം എങ്ങനെയായിരിക്കണം എന്നുള്ള പാറ്റേൺ ഇവിടെ വളരെ കൃത്യമായിട്ട് ആൾക്കാർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അവിടെ നേരത്തെ ശ്രീ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ 2+2=4 എന്ന് രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യില്ല. അത് ഇതേ കാര്യം തന്നെ ഇപ്പോൾ സമാജ്വാദി പാർട്ടിയുമായി ബന്ധപ്പെട്ട് ശ്രീ സേനാപതി വേണു പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതേപോലെ തന്നെ മുമ്പ് തെരഞ്ഞെടുപ്പിൽ SP + BSP ഈസ് ഗ്രേറ്റർ ദാൻ BJP എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ പോയതാണ്. എന്നിട്ട് എന്തായി? ഈ ഇക്വേഷൻ അവിടെ വർക്ക് ചെയ്തില്ല. കാരണം നമ്മൾ പേപ്പറിൽ എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ UPയിലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും SP + BSP എന്ന് പറയുന്നത് BJPയേക്കാൾ കൂടുതലായിരിക്കും. പക്ഷേ ഭിന്നിച്ച് നിൽക്കുന്ന, ആശയപരമായി ഐക്യമില്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും കടുത്ത സംഘർഷത്തിൽ, അതെങ്ങനെ കായികമായിട്ട് തന്നെയുള്ള സംഘർഷങ്ങളിൽ ഏർപ്പെടുന്ന 2 പാർട്ടിക്കാർ ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളെല്ലാവരും ഒന്നാണ് എന്ന് പറഞ്ഞൊരു വേദിയിൽ നിന്നാൽ ഇലക്ട്രേറ്റ് കൺവിൻസ്ഡ് ആവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഭാഗത്ത് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, അതിൽ അൺഅപ്പോളജറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ടി അവിടെ നിൽക്കുന്ന സമയത്ത് ഇലക്ട്രേറ്റ് അതിനെ കൂടുതലായിട്ട് വിശ്വസിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പോൾ നമ്മൾ JDUവിൻ്റെ കാര്യം എടുത്തോളൂ. JDU ഇന്നിപ്പോൾ 28 കക്ഷികളിലെ ഒരു കക്ഷി മാത്രമായി ഈ രീതിയിലത്തേക്ക് ചുരുക്കി JDUവിനെ പറ്റി പറയുമ്പോൾ ഇത്തിരി നാൾ മുമ്പ് വരെ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രതിനിധി JDU BJPയോടൊപ്പം പോയിരിക്കുന്നതിന്, അല്ലെങ്കിൽ ഈ മുന്നണിക്ക് പുറത്തു പോയതിന് എന്ത് ന്യായീകരണം അവർക്ക് പറയാൻ കഴിയും? ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ ചില കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് BJPയോട് വളരെ വലിയ താല്പര്യം നേരത്തെ ഉണ്ടായിരുന്നു എന്നൊക്കെ രീതിയിൽ. അപ്പോൾ ആൾക്കാരെ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത് ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇയാൾ ഏത് നിമിഷവും ചാടും, കഴിഞ്ഞ 10 വർഷത്തിൽ ഇയാൾ 5 തവണ ചാടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ മുന്നണി ഉണ്ടാക്കിയ ആ മുന്നണിയിലേക്ക് പുള്ളിയെ കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം ഇവിടെ വലിയ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. ഇനി അതേ ന്യായം, അതായത് അവസരവാദിയാണ്, അവസരം കിട്ടുന്ന സമയത്ത് BJPയോടൊപ്പം ചാടിപ്പോകും എന്ന് പറഞ്ഞാൽ അതേ ന്യായം തന്നെ ഈ JDSനുണ്ടായിരുന്നോ? ഈ JDS കുറേ കാലം ഒപ്പം നിന്നിരുന്ന പാർട്ടിയായിരുന്നല്ലോ. ഞാൻ ചോദിക്കുന്നത്, ശിവസേനയ്ക്ക് അത് ബാധകമാണോ? ഈ പാർട്ടികളെല്ലാം തന്നെ, ഇപ്പോൾ ശിവസേനയെ പോലുള്ള പാർട്ടി അല്ലെങ്കിൽ NCPയെ പോലുള്ള പാർട്ടി പല സമയങ്ങളിലും അപ്പുറത്തെ ക്യാമ്പിൽ ലോയലായിട്ട് അവരോടൊപ്പം നിന്നതാണ്, ശിവസേന പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി ഇപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ നിതീഷ് കുമാറിന് ബാധകമാകാത്ത എന്ത് ന്യായീകരണമാണ് ശിവസേനയ്ക്ക് ബാധകമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പെട്ടുപോകും. അതൊരു വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ വന്ന് ഒരു പക്ഷേ സഹതാപം തോന്നേണ്ടി വരും. കാരണം ശ്രീ സേനാപതി വേണു പോലെയുള്ള കോൺഗ്രസിൻ്റെ മൂല്യങ്ങളിൽ അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന, നെഹ്റുവിയൻ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു നേതാവിന് ഈ ചർച്ചയിലടക്കം ശിവസേനയുടെ ശക്തി ദൗർബല്യങ്ങളെപ്പറ്റി പറയേണ്ടി വരുന്നു. എങ്ങനെ?
അത് പ്രധാനമായിട്ട് അവിടുത്തെ ആൾക്കാരെല്ലാം തന്നെ അണിനിരന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒപ്പമുള്ള ഉദ്ധവ് താക്കറെയുടെ പിന്നിലാണ് എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്ന ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ BJP ഏതൊക്കെ കാര്യങ്ങളിൽ എതിർക്കുന്നോ ആ കാര്യങ്ങളിലെല്ലാം സൂപ്പർലേറ്റീവാണ് ശിവസേന. അപ്പോൾ BJP ഫാഷിസ്റ്റാണ് എന്ന് കോൺഗ്രസിനൊരു അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ ശിവസേനയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. BJPക്ക് സവർക്കർ വേണ്ടപ്പെട്ടയാളാണ്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ വേണ്ടപ്പെട്ടയാളാണ് ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് അടക്കം സവർക്കർ. അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, സഖ്യമുണ്ടെങ്കിലും എന്ത് കാര്യമുണ്ടെങ്കിലും മഹാരാഷ്ട്രയുടെ മണ്ണിൽ വന്ന് ഈ സവർക്കർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ആ നാക്ക് ചവിട്ടി പുറത്തെടുത്തിടും എന്ന് പറഞ്ഞിരുന്നയാളാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ ന്യായീകരിക്കേണ്ടി വരുന്നു. BJP നാഷണലിസ്റ്റാണ്, എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായിട്ടുള്ള നാഷണലിസ്റ്റ് വാദങ്ങൾ ഉയർത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ ശിവസേന ആരാണ്? അൾട്രാ നാഷണലിസ്റ്റാണ്. BJP റൈറ്റ് വിങ് ആണെങ്കിൽ ഇവർ ഫാർ റൈറ്റാണ്. ശ്രീ സേനാപതി വേണു അടക്കം പറയുന്നുണ്ട്, പിന്നെ SP ഞങ്ങൾക്ക് 11 സീറ്റ് നൽകാമെന്ന് പറഞ്ഞു, അത് 15 സീറ്റിലേക്ക് എത്തിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. അവർക്ക് എത്ര സീറ്റാണ് ഉള്ളത്? 2014 2015 5 സീറ്റ് വീതമുള്ള ഒരു പാർട്ടി ഞങ്ങൾക്ക് 11 സീറ്റ് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് നിങ്ങൾക്ക് അത്രത്തോളം ദൗർബല്യം അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ രാമക്ഷേത്രത്തിനെ നമ്മൾ എത്ര പ്ലേ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചാലും രാമക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദി ബെൽറ്റിൽ വളരെയധികം സ്വാധീന ശക്തിയുള്ള ഒരു വിഷയമാണ്. അപ്പം മതത്തിനെ വിശ്വാസത്തിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഉള്ള കാര്യമാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അതിനെ ഫുൾഫിൽ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുമ്പുണ്ടായിരുന്ന 5-5 സീറ്റ് വീതം കിട്ടിയിരുന്ന ഒരു കക്ഷി ഇത്തവണ ഞങ്ങൾക്ക് 15 തരും എന്ന് പറഞ്ഞാൽ സമാജ്വാദി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 50 സീറ്റ് നിങ്ങൾക്ക് തന്നാലും കുഴപ്പമില്ല. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ ഏതെങ്കിലും പ്രോസ്പെക്റ്റുകൾക്ക് അവിടെ ജീവനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ടുള്ള പാറ്റേണുകൾ ഓരോ സ്ഥലത്തും ആൾക്കാർ ഇങ്ങനെ പിന്തുടരുന്നുണ്ട്. നമ്മൾ എത്ര രീതിയിലുള്ള തന്ത്രജ്ഞനാണ് ചാണക്യനാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷത്തിൽ 5 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിരിക്കുന്ന ആളാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം, അതിനു മുമ്പും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അതിന് ശേഷവും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായക സ്വാധീന ശക്തിയുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡിഫറൻസ്. അതായത് ബീഹാറിലെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് അവരുടെ പ്രോസ്പെക്ട്സ് വർദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ അതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സമാജ്വാദി പാർട്ടി 50 സീറ്റ് കോൺഗ്രസിന് കൊടുക്കാമെന്ന് പറഞ്ഞാലും അവിടെ SP പ്ലസ് കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ അവിടെ വർദ്ധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ഒരു രാഷ്ട്രീയ നിരീക്ഷകനും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ബീഹാറിലേക്ക് പോകുന്ന സമയത്ത് ബീഹാറിൻ്റെ പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ BJP അധികം JDU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർണായക സ്വാധീന ശക്തിയാണോ എന്ന് ചോദിച്ചാൽ ഉദാഹരണമായിട്ടുള്ള തെളിവുകൾ മുമ്പുണ്ട്. 40-ൽ 39 സീറ്റുകൾ ഇവരൊന്നിച്ച് നേടിയിരിക്കുന്ന കാര്യമുണ്ട്. അപ്പം അതിൽ വെവ്വേറെ മത്സരിക്കുന്ന സമയത്ത് 20 സീറ്റ് ഒരു കക്ഷിയും, അതായത് JDU 20 സീറ്റും BJP 12 സീറ്റും നേടുമ്പോൾ 32 സീറ്റ് 40-ൽ നേടിയിട്ടുണ്ട്. അതല്ലാതെ സഖ്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രം കൊടുത്തതിന് ശേഷം 40-ൽ 39 നേടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കോമ്പിനേഷൻ ഉള്ളപ്പോൾ ആൾക്കാരതിനെ സ്വീകരിച്ചിരുന്ന ഒരു ചരിത്രമുള്ളപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു വാദം അവിടെ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റേത് അങ്ങനെയല്ല. ഓരോ സ്ഥലത്തും അതിശക്തമായിട്ട് എതിർത്തിരിക്കുന്ന, ഇവരുമായിട്ട് ചേർന്ന് പോകില്ല എന്ന് പറയുന്ന, ഓരോ തെരഞ്ഞെടുപ്പിലും ഈ സഖ്യം എന്ന് പറയുന്നതിനെ, അതും ഏറ്റവും പ്രാദേശികമായിട്ടുള്ള SP പ്ലസ് BSPയെ പോലും റിജക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രേറ്റിൻ്റെ അടുത്ത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഒരു ആശയവുമായിട്ട് പോയി കഴിഞ്ഞാൽ അവരത് സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും കരുതുമെന്ന് പോലും.